അപ്പോൾ ഇന്ന് ഖത്തറിൽ ഇനോഗ്രേഷൻ നടക്കുന്ന ദിവസമാണ്. രാവിലെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ അനൂപ് ബ്രോയും ആളുടെ ഫാദർ ഇൻ ലോയും വന്നു. ഖത്തറൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. ഏർലി മോർണിംഗ് ആണ് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഭയങ്കര ട്രാഫിക് കുറവായിരുന്നു കേട്ടോ. കാരണം അവിടെ മൊത്തം നൈറ്റിലാണ് ആൾക്കാർ പുറത്തിറങ്ങുക. രാവിലെ ഒരു 8 മണി 9 മണി ആ ടൈമിൽ റോഡ് മൊത്തം കാലി. അപ്പോൾ ഈ കാലി റോഡ് കൂടെ വേണമെങ്കിലേ ഒരു ദിവസം വേണമെങ്കിൽ 900-1000 കിലോമീറ്ററൊക്കെ ഓടിക്കാട്ടോ. ഖത്തറിൽ തന്നെ മേജർ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു. ലുസൈൽ ആ ഭാഗത്തൊക്കെ പോയി. പിന്നീട് അറിഞ്ഞത് അവിടെ ഒരു മാൾ ഉണ്ടെന്നുള്ളതാണ്, ഒരു പ്രീമിയം മാൾ. അങ്ങോട്ട് പോകുന്നതിനിടയിൽ ഒരുപാട് കാഴ്ചകൾ കണ്ടു. ഇവിടെ കണ്ടോ ബേർഡ്സിന് നിൽക്കാനുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി ഒരുപാട് വലിയ ബിൽഡിങ്സ് കണ്ടു. പോണ വഴിക്ക് ഭയങ്കര വൃത്തിയും ഭയങ്കര സ്റ്റാൻഡേർഡുള്ളൊരു സ്ഥലം കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ നീങ്ങി പോണത് ഒരു പാലത്തിലേക്കാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നേരെ ആ മാളിലെത്തി. മാളിൽ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് 2-3 ഫ്ലോർ കയറി കഴിഞ്ഞതിന് ശേഷം നേരെ മാളിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പം മാളിൻ്റെ ആ ഏരിയ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അതിവൃത്തിയിൽ ഭയങ്കര കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തത്. പിന്നെ ഞങ്ങൾ നേരെ ഇനോഗ്രേഷൻ അങ്ങോട്ട് പോയി. നമ്മുടെ ആസിഫ് അലി ഇനോഗ്രേറ്റ് ചെയ്യുന്ന സിഗ്നേച്ചർ ബൈ മാർസ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പം കേരള ടൈപ്പും എല്ലാ ടൈപ്പ് ക്യൂസിൻസും അവൈലബിൾ ആകുന്ന റെസ്റ്റോറൻറ്റാണ്. ആസിഫ് അലി വന്നു, ഇനോഗ്രേഷൻ നടത്തി. അവിടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞപാട് തന്നെ തൊട്ട് പിന്നിൽ ഒരു സ്റ്റേജും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മുടെ RJ മിഥുനും ആങ്കറും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സമ്മാനങ്ങളും പിന്നെ ഒരുപാട് ആൾക്കാർ ഖത്തറിന്ന് പല ഏരിയയിൽ നിന്നും ആൾക്കാർ വന്നിരുന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം കണ്ട് കഴിഞ്ഞ് ആസിഫ് അലിയായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് നേരെ എയർ ഇന്ത്യൻ്റെ ഫ്ലൈറ്റിൽ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ കോഴിക്കോടേക്ക് വിട്ടു കേട്ടോ. അപ്പം നല്ലൊരു ജേർണി ആയിരുന്നു. അപ്പോൾ ഇതുപോലത്തെ കിടിലൻ വ്ളോഗ്സിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യൂ കേട്ടോ. വേറെ എവിടെയായിട്ട് കാണാം. ബൈ.